നമസ്കാരം ലോ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള കേരള ഹൈക്കോർട്ട് ലോയറും ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്റർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ അണ്ടറിലുള്ള ഇന്ത്യൻ വർക്കർ റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഓൾറെഡി നമ്മളോട് കുറേ നമ്മൾ ലീഗൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്വയറീസ് ഒക്കെ ആൻസേഴ്സ് നമുക്ക് പറയുന്ന നമ്മുടെ ഷോയിൽ ലോ പോയിന്റിൽ എല്ലാം പ്രാവശ്യവും പറയുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അപ്പോൾ ഇന്നും നമുക്ക് കുറേ നമ്മുടെ ക്വയറീസ് ഒക്കെ സോൾവ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 052961133. ഇതിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ബിനോയ് ശശിയോട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മെയിൽസ് വന്നിരുന്നു, അതിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചോദ്യം എടുത്തിരിക്കുന്നത് മിസ്റ്റർ വിനോദ്രയാണ്. മിസ്റ്റർ വിനോദ്രെ ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റർ വിനോദ് ഒരു കമ്പനിയിൽ 3 വർഷം ജോലി ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് റെസിഗ്നേഷൻ, ഈ സബ്മിറ്റഡ് ഹിസ് റെസിഗ്നേഷൻ. പക്ഷേ പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ കമ്പനി പറയുന്നത് ആസ് പെർ ദ റൂൾ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് ഹി ഹാസ് ടു വർക്ക് ഫോർ 3 months ലൈക്ക് നോട്ടീസ് പീരിയഡ്. ഓൾറെഡി 1 month നോട്ടീസ് പീരിയഡ് ആയിരുന്നു, പക്ഷേ 3 months ആണ് നോട്ടീസ് പീരിയഡ് എന്ന് പറഞ്ഞു. സോ ഹി വോണ്ട്സ് ടു നോ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നോട്ടീസ് പീരിയഡ് 3 months ആണ്, ബട്ട് ആസ് പെർ കോൺട്രാക്ട് ഇസ് 1 month നോട്ടീസ് പീരിയഡ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് കൺസിഡർ ചെയ്യുക? അപ്പോയിൻമെൻറ്റ് ലെറ്ററിലുള്ളതാണോ അതോ കോൺട്രാക്റ്റിലുള്ളതാണോ? ഓക്കെ, ഒത്തിരി പേർക്ക് ഇതേപോലൊരു സമാനമായ കേസുകൾ ഞാൻ നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് ഈ പേർ കൺഫ്യൂഷൻ ഉള്ള ഏരിയ ഇത്. അതായത് നമ്മളിപ്പോൾ ആദ്യം നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. ആ ഓഫർ ലെറ്റർ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മൾ മേടിക്കുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിലും ഇതുപോലെ നോട്ടീസ് പീരീഡ് 3 months പറയും. പിന്നെ ഇടയ്ക്ക് വെച്ച് പോകണമെങ്കിൽ കോമ്പൻസേഷൻ ഒക്കെ കുറേ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കമ്പനിയുടെ കണ്ടീഷൻസ് കമ്പനി ഇഷ്ടം പോലെ പല കമ്പനീസ് ഡിഫറെൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ സാധാരണഗതിയിൽ കണ്ടീഷൻസ് വയ്ക്കാറുണ്ട്. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ലേബർ അപ്രൂവലിലേക്ക് ഈ എംപ്ലോയർ പോകുന്നത്. ഈ സമയത്ത് ഈ UAE ലേബർ നിയമപ്രകാരം UAE ലേബർ കാർഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു ലേബർ കോൺട്രാക്ട്, അതായത് ഹാഫ് ഇംഗ്ലീഷും ഹാഫ് അറബിക്കിലും ആയിരിക്കും. അതിന് 4 കോപ്പി നമ്മൾ സൈൻ ചെയ്യണം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സാലറിയും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസുമാണ് ബൈൻഡിങ്. കാരണം ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്മൾ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡറിനകത്ത് 3 മാസം പറഞ്ഞാൽ UAE ലേബർ നിയമപ്രകാരം നോട്ടീസ് പീരീഡ് 1 month ആണ്. ഈ 1 month നമ്മുടെ ഫൈനൽ കോൺട്രാക്റ്റിൽ, അതായത് ലേബർ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേബർ ഓഫീസ് മിനിസ്റ്റർ ഓഫ് ലേബറിൽ സബ്മിറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റിനകത്ത് 1 month നോട്ടീസ് പീരീഡേ വന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് ലേബർ ലോ. അദ്ദേഹം ഈ കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞേക്കുന്നതാണ് പാലിക്കേണ്ടത്. അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞു. ചില കേസുകളിൽ ഇത് കഴിഞ്ഞതിന് ശേഷം കമ്പനി സൈഡ് എഗ്രിമെൻ്റ് ഉണ്ടാക്കും. അതായത് ഈ ലേബർ അപ്രൂവൽ എടുത്തതിന് ശേഷം ഈ സൈഡ് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് എഗ്രിമെൻറ്റിന് വാലിഡാണ്. അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ 3 മാസം പറഞ്ഞിരുന്നാൽ എംപ്ലോയിയും പറഞ്ഞാൽ അത് എംപ്ലോയി പാലിക്കണം. അത് ലേബർ കോൺട്രാക്ട് എടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന സൈഡ് എഗ്രിമെൻറ്റാണ്. ദാറ്റ് ഈസ് വാലിഡ്. ഹിയർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഈസ് സൂപ്പർസീഡഡ് ബൈ this labor contract, so that the Mr. Vinod, he has to be go through the 1 month notice period. 1 month. And he has one more doubt. He is saying that the company has refused to pay end of service gratuity unless he complete his 3 month notice period. No, company cannot deny his end of service gratuity benefits because he is in which contract? Limited contract. I mean, he is in limited contract. If the limited contract, there are 2 types of contracts, limited and unlimited contracts. If he worked in a limited contract and he resigns, then it is below 5 years, then he is not eligible for any inter-service benefits. Okay, we'll continue with that. Mr. Vinodre, സംശയങ്ങൾ ഇനി നമുക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ. Yes, good evening. Good evening. Welcome to Law Point. Advocate Binoy Shashi ആണ് എൻ്റെ കൂടെ. സംശയം ചോദിച്ചോളൂ.
സാർ നമസ്കാരം. നമസ്കാരം. സാറേ ഞാൻ ദുബായിന്ന് വിളിക്കുന്നു. ഓക്കെ. ഒരു ചെക്കിന്റെ ഒരു ഇഷ്യൂ അറിയാൻ ശ്രമിക്കുന്നു. അത് ഇതിനാൽ ഉൾപ്പെടുത്തിയിട്ട് അറിയുന്നത് കുഴപ്പമില്ലല്ലോ. എന്താണ് ചെക്കിന്റെ ഇഷ്യൂ അതെ പറഞ്ഞോളൂ. ചെക്കിന്റെ ഇഷ്യൂ പറഞ്ഞോളൂ. എന്താണ് മാറ്റർ? എന്റെ കാര്യം ഞാൻ എന്റെ റിലേഷനെ അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഓക്കെ. ഒരു ഫൈനാൻസ് അവരെ ഡീലിംഗിനകത്ത് പുള്ളി അകത്തായിരുന്നു. അത് പുള്ളിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഏത് കമ്പനിക്കാണോ പുള്ളിയെ പൈസ കൊടുക്കാനുള്ളത് അവരുമായിട്ട് സംസാരിച്ചിട്ട് ആ പുള്ളിയെ കോടതിയിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും ചെക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തു. ആർക്ക് കൊടുത്തു ഗ്യാരണ്ടി ആയിട്ട്? ഗ്യാരണ്ടി ഈ ആർക്കാണോ ഈ എന്തൊരു റിലേഷൻ ചെക്ക് കൊടുത്തിരുന്നത് പൈസ കൊടുക്കാൻ അവർക്ക് കൊടുത്തു. എത്ര എമൗണ്ട് എഴുതി കൊടുത്താണോ? ഡേറ്റ് എമൗണ്ട് എഴുതി കൊടുത്താണോ? ബ്ലാങ്ക് ചെക്ക്? നോ ഡേറ്റ് അറ്റോളൂ. പക്ഷെ എമൗണ്ട് എഴുതിയിട്ടുണ്ട് 1 lakh. പക്ഷെ അതിൽ എന്താ വെച്ചാൽ അങ്ങോട്ട് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വൺസ് എന്റെ ഈ ബന്ധു ഈ റിലേഷൻ അവൻ വിസ അടിച്ചു കഴിഞ്ഞാൽ എന്റെ ചെക്ക് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ എന്റെ ബന്ധു ഇപ്പോൾ ശരിക്കും അന്യം ചീറ്റ് ചെയ്യാണ്. അവൻ വിസയുടെ ഇതിന് പോകുന്നുണ്ടോ പ്രൊസീജിയർ പോകുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. പുള്ളി ഓൾറെഡി ചെയ്യുന്ന വന്നു കഴിഞ്ഞു. പക്ഷെ പുള്ളി എന്നെ ഇപ്പം ബുദ്ധിമുട്ടിക്കാണ്. മറ്റേ ആൾക്ക് എല്ലാ മാസം മന്ത്ലി 2500 കൊടുക്കണമെന്നുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം. പക്ഷെ പുള്ളി ആ കമ്മിറ്റ്മെന്റ് അത്രയും നടത്താറില്ല, അത് ഫുൾഫിൽ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയേണ്ടത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അതെ, UAE പീനൽ കോഡ് സെക്ഷൻ 403 പ്രകാരം നമ്മൾ ഒരു ചെക്ക് നമ്മൾ സൈൻ ചെയ്ത് ഏതൊരു പാർട്ടിക്ക് ആർക്ക് കൊടുത്താലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന പാർട്ടിക്കാണ്, അതായത് താങ്കൾക്കാണ്. അവിടെ നമ്മൾ ഗ്യാരണ്ടിക്ക് കൊടുത്തെന്നോ അല്ലെങ്കിൽ വേറൊരാൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നോ സഹായിച്ചെന്നോ ഇതൊന്നും നമുക്കൊരു ലീഗൽ ഗ്രൗണ്ട് അല്ല. ഈ ചെക്കിൻ്റെ ഈ ഡേറ്റ്, അതായത് ചെക്ക് ഇപ്പം കൈവശം വെച്ചിരിക്കുന്ന പാർട്ടി ഈ ചെക്കിലൊരു ഡേറ്റ് ഇട്ടിട്ട് കോടതിയിൽ ബാങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ താങ്കളുടെ അക്കൗണ്ടിൽ ഈ 1 lakh ദിർഹംസ് ഉണ്ടാവണം. 100,000 ദിർഹംസ് അവിടെ ഉണ്ടാവണം. അവിടെ ഉണ്ടായില്ല എങ്കിൽ ഈ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്നത് കേസ് ഉണ്ടാവുന്നത് താങ്കൾക്കാണ്. അവിടെ ആ കക്ഷിക്ക് പിന്നെ ഒരിക്കലും നിങ്ങളുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പോലും അത് സിവിൽ കോടതിയിൽ മാത്രമേ ആ കോൺട്രാക്ട് പരിഗണിക്കത്തുള്ളൂ. ഈ ക്രിമിനൽ കോടതിയിൽ കൃത്യമായിട്ട് അതിന്റെ ശിക്ഷയും അതിന്റെ ഫൈനും കോടതി ജയിൽ ശിക്ഷയൊക്കെ നമുക്കാണ് വരുള്ളൂ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂട്ടുകാരനായിട്ട് അമിക്കബിൾ സെറ്റിൽമെന്റ് ചെയ്ത് ചെക്ക് മേടിക്കുക. കാരണം ലീഗലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവത്തുള്ളൂ, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മൾ എഗ്രിമെന്റിൽ എഴുതിയിട്ടുള്ള ഇതായിരുന്നു. പുള്ളിയുടെ വിസ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റീപ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റാണ് അത് 2 കാര്യം. അപ്പോഴേ ആ നിങ്ങൾ എഗ്രിമെന്റ് പ്രകാരം നിങ്ങൾക്ക് പോയിട്ട് അഡ്വാൻസ് ആയിട്ട് പോയിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സിവിൽ കോർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അതൊരു സിവിൽ കേസായിട്ടേ വരത്തുള്ളൂ. അത് കേട്ടോ. ഇല്ല, ഇവിടെ ക്രിമിനൽ കോർട്ടിൽ ഈ സിവിൽ കോർട്ടിലായിട്ടൊരു ബന്ധമില്ല. സിവിൽ കോർട്ട് സെപ്പറേറ്റ്, ക്രിമിനൽ കോടതി സെപ്പറേറ്റ്. അപ്പോൾ ക്രിമിനൽ കോടതിയിൽ സിവിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഇൻട്രാ നമ്പർ ചെക്ക് നിങ്ങൾക്ക് തിരിച്ച് തരണമെന്നുള്ള വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി കയ്യിലുണ്ടെങ്കിൽ ക്രിമിനൽ കോടതിയിൽ നമുക്ക് കാണിക്കാം, കോടതി അത് കൺസിഡർ ചെയ്യും. അല്ലാത്തത്തോളം കാലം നമുക്ക് രണ്ട് കോടതിയിലാണ് കേസ് വരുന്നത്. കേട്ടോ. ഓക്കെ സാർ. ഇപ്പോൾ എന്തായാലും സംശയം തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതുപോലെ ഏതെങ്കിലും ലീഗൽ പ്രോബ്ലംസ്, എന്തെങ്കിലും ലീഗൽ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0526961133. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഡ്വക്കേറ്റ് sir, one more question is from Mohammed Ali. Mohammed Ali ചോദിച്ചിരിക്കുന്നത്, I have signed a property development agreement with Dubai Industrial City for 49 years. 49 years and I paid 3 years lease. Now the lease amount is due for last 2 years and they sent me a notice stating that they terminated the contract due to non-payment of lease. So there is an arbitration clause in agreement. Can I get the money back? ഓക്കെ. മിസ്റ്റർ മുഹമ്മദ് അലി, ഈ ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി DIC കോൺട്രാക്റ്റിൽ നമ്മൾ ഒരു 49 years ലീസിന് ഒരു പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടിക്ക് ലീസ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഈ ലീസ് നമ്മൾ കറക്റ്റ് അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഡ്യൂസും അതിൻ്റെ പെനാൽറ്റിയും കാര്യങ്ങളും ആ കോൺട്രാക്റ്റിനകത്ത് പ്രത്യേകം പറഞ്ഞേക്കും, അതിൻ്റെ പീരീഡും പറഞ്ഞേക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ ഈ ആർബിട്രേഷൻ ക്ലാസ് അതിനകത്ത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് യൂണിലാറ്ററലായിട്ട്
ഈ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ദാറ്റ് ഈസ് ഇല്ലീഗൽ, നിയമവിരുദ്ധമാണ്. ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് നോട്ടീസ് കൈപ്പറ്റി 30 ദിവസത്തിനകത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആർബിട്രേഷൻ കേസ് ഫയൽ ഓപ്പൺ ചെയ്യുകയും ആർബിട്രേഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. കാരണം ആർബിട്രേഷനിൽ ഒരു ക്ലോസിൽ നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് രണ്ട് പാർട്ടികൾ ആർക്ക് വേണമെങ്കിലും ആർബിട്രേഷനെ സമീപിക്കാവുന്നതാണ്. ആർബിട്രേഷനെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന ഡ്യൂസ് നിങ്ങൾക്ക് അടയ്ക്കാനുള്ള അവസരം അപ്പോഴുണ്ട്. കാരണം ഈ കോൺട്രാക്റ്റിനകത്ത് ഏതെങ്കിലും ക്ലാസ് എവിടെയെങ്കിലും ഈ ഡിഫാൾട്ട് പറഞ്ഞ് കാണും. ഡിഫാൾട്ട് പറഞ്ഞ് കണ്ടെങ്കിൽ ആ ഡിഫാൾട്ടിനുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിനുള്ള പെനാലിറ്റിയോ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് ഈ റെൻറ്റ് ഈ ലീസ് അവർക്ക് കണ്ടിന്യൂ ചെയ്യണം. കാരണം ആർബിട്രേഷൻ്റെ വിധി വരുന്നത് വരെ. അപ്പോൾ ആർബിട്രേഷൻ്റെ ഒരു വിധി വരാതെ ഒരിക്കലും അവർക്ക് റെൻറ്റ് അല്ലെങ്കിൽ ലീസിനുള്ള റെൻറ്റ് നിങ്ങൾ അടച്ചില്ല അല്ലെങ്കിൽ മുടങ്ങി എന്നുള്ള പേരിൽ ഒരു നോട്ടീസ് തന്ന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ സാധ്യമല്ല ആർബിട്രേഷൻ ക്ലാസ് ഉള്ളിടത്തോളം കാലം. അതുകൊണ്ട് മുഹമ്മദ് അലി എത്രയും പെട്ടെന്ന് ഈ കേസ് നോട്ടീസ് വന്ന സ്ഥിതിക്ക് ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുകയും ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് ആർബിട്രേഷൻ നോട്ടീസ് സർവ് ചെയ്യുകയും ചെയ്യണം. ആർബിട്രേറ്ററിൽ ഡിസൈഡ് ചെയ്യും ഈ മാറ്റർ. അപ്പോൾ എന്തായാലും മുഹമ്മദ് അലി താങ്കളിന് സംശയങ്ങൾ ഉത്തരം കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, നോക്കാം ആരാന്ന്. ഹലോ ഓക്കെ, ഡ്രോപ്പ് ആയിപ്പോയി. അപ്പോൾ മുഹമ്മദ് അലി ചോദിച്ചത് ഉത്തരം പറഞ്ഞു. അദ്ദേഹത്തിന് ആർബിട്രേഷൻ സമീപിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെയിൽ വന്നിരിക്കുന്നത് മിസ്റ്റർ മുരളിയുടെയാണ്. അപ്പം മുരളി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, I am an expatriate employee and hold a manager position under a Dubai visa. My question relates to if an employee decides to leave within 6 months probation period, specifically how much notice do we need to provide if we wish to leave during the probation period? Hello. Okay, we have. Okay. Hello. ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ. അതെ. അത് ഞാനത് ബാങ്കുമായിട്ട് സെറ്റിൽ ചെയ്തു. എന്താണ്, ഏത് കേസാണ്? ലേബർ ഡിസ്പ്യൂട്ട് ആണോ? അതല്ല, ബാങ്കുമായിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ. താങ്കളുടെ പേര് പറയൂ. ഹലോ, എന്റെ പേര് അനൂപ്. ഓക്കെ, എന്താണ് സംശയം? എന്താണ്? ബാങ്ക് സെറ്റിൽ ചെയ്തു. ക്രെഡിറ്റ് കാർഡുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അതെല്ലേ, ബാങ്കുമായിട്ട് സെറ്റിൽ ചെയ്തു. ഓക്കെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ലോൺ അപ്ലൈ ചെയ്തപ്പം അവര് പറഞ്ഞു സെൻട്രൽ ബാങ്ക് ബ്ലോക്ക് ആണ്. പിന്നീട് ഞാൻ ബാങ്കിൽ ചെന്ന് എഴുതി ചോദിച്ചു, ഇനി ഞാനൊരു 4,000 അല്ലെങ്കിൽ 5,000 ദിർഹംസ് അടച്ചാൽ മാത്രമേ അവര് ക്ലിയറൻസ് ലെറ്റർ തരുള്ളൂ. താങ്കളുടെ ബാങ്കില് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ഒരു ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ചെക്ക് കൊടുക്കുമല്ലോ ബാങ്കില്. ഈ ചെക്ക് അവർ റിട്ടേൺ ആക്കിയിട്ടുണ്ടോ? ഇല്ലില്ല, ചെക്ക് അവർ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പോലീസ് കേസ് ആക്കിയിട്ടില്ല. അപ്പൊ പിന്നെ പോലീസ് കേസ് ആക്കി താങ്കൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാതെ പിന്നെ സെൻട്രൽ ബാങ്കിലേക്ക് അവർക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാൻ പറ്റി? എഴുതത്തില്ലല്ലോ. സെൻട്രൽ ബാങ്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്തു? ഇപ്പൊ താങ്കൾ സെൻട്രൽ ബാങ്കിൽ അന്വേഷിച്ചായിരുന്നോ? അതിനുള്ള റീസൺ എന്താ പറഞ്ഞവര്? ബാങ്ക് ബ്ലോക്ക് ചെയ്താന്ന് പറഞ്ഞു, ബ്ലാക്ക് ലിസ്റ്റിലാക്കിന്ന് പറഞ്ഞു പേര്. അപ്പൊ താങ്കളുടെ ചെക്ക് വരിട്ട് കാണും. അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾ ഡിഫാൾട്ട് വന്നിട്ട് നിങ്ങൾ നോട്ടീസ് നിങ്ങൾക്ക് അയച്ചിട്ട് സെൻട്രൽ ബാങ്കിന്റെ കോപ്പി അയച്ച് ഇപ്പോഴത്തെ പുതിയ സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ട് ഡാറ്റാസ് ഷെയർ ചെയ്യാനുണ്ട് സെൻട്രൽ ബാങ്കുമായിട്ട് മറ്റേ ബാങ്ക്. ഇനി റിസീജർ ചെയ്യണമെന്ന് വെച്ചാല് താങ്കൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ കേസ് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റിന് ലെറ്റർ ചോദിക്കുമോ? ഈ വെറുതെ നിങ്ങൾ ഈ ഫോട്ടോസ് അങ്ങനെ ലെറ്റർ അയക്കുന്നത് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞത് 5 മാസം കൊണ്ടാണ് ഞാൻ ഇത് അടച്ചത്. ആ ലെറ്റർ പ്രകാരം ഞാൻ പൈസ ഫുൾ അടച്ചു. അതെ, അപ്പൊ ഫുൾ സെറ്റിൽമെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് റിലീസ് ലെറ്റർ തരേണ്ടതാണ്. ഇത് കേസ് റിലീസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അവര് പറഞ്ഞാൽ 5,000 അടച്ചാൽ മാത്രമേ എനിക്ക് ഇവര് റിലീസ് തരുള്ളൂ. അത് ബാങ്ക് ലെറ്റർ ഹെഡിൽ നിങ്ങൾ എഴുതി മേടിക്കണം. 5,000 ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് 5,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിലീസ് തരുമെന്നുണ്ട് എഴുതി മേടിക്കണം ബാങ്കിന്റെ. അതെ, ബാങ്ക് എഴുതി വെക്കണം. ബാങ്കിൽ നിന്ന് എഴുതി വെച്ചിട്ട് അടയ്ക്കാവും. എഴുതി വെച്ച് അടക്കണം കേട്ടോ. ഓക്കെ.
എന്തായാലും അനൂപിന് ആൻസർ കിട്ടി കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ലീഗൽ ക്വയറീസ് ഉണ്ടെങ്കിൽ വിളിച്ച് അഡ്വക്കേറ്റ് ബിനോയ് ശശിയോട് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0529611333. ആൻഡ് അപ്പം ഡോക്ടർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ മുരളിയെ പറ്റിയാണ്. പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ആ ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ. യുഎയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസീസ് എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജി. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു, അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്. ബർജിയിനൊപ്പം നിക്ഷേപിക്കൂ. Namaste, Sat Shri Akal, Adab. Welcome to the one and only your favorite show, Dil Ke Paas. पल पल दिल के पास तुम रहती हो, पल पल दिल के पास. This program brought to you by Raji Jewelry, Dubai Festival City, New Gold Souk Center, Bardubai, Al Khalij Shopping Center, Bardubai. For more details, call 04398 5535. Junior Chef. കുട്ടിക്കുരുന്നുകളുടെ പാചകകലയിലെ പ്രാവീണ്യവുമായി ഒരു കുട്ടി കുക്കറി ഷോ. NTV ജൂനിയർ ഷെഫ് every Friday at 8 PM only on NTV. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ലോ പോയിന്റ് നമ്മുടെ കൂടെ ഉള്ളത് കേരള ഹൈക്കോർട്ട് ലോയറും ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്റർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയിൽ അണ്ടറിലുള്ള ഇന്ത്യൻ വർക്കർ റിസോഴ്സ് സെന്ററിൽ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ലീഗൽ മാറ്റേഴ്സ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ദ ഗിവൻ നമ്പർ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്, നമുക്ക് നോക്കാം അതാരാണ്. ഹലോ ഹലോ ലോ പോയിന്റിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. എന്റെ പേര് നാരായണൻ എന്നാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശി ഉണ്ട് എന്റെ കൂടെ, സംശയം ചോദിച്ചോളൂ. ഓക്കെ സാർ, ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തിരുന്നു ഒരു ബാങ്കിന് ഇവിടെ. അപ്പം അവര് വന്നിട്ട് എനിക്ക് ഒരു പ്രൊമോഷനിൽ ഒരു ഇൻഷുറൻസിന്റെ പദ്ധതി പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവര് കോൾ ചെയ്ത് പറഞ്ഞു less than 1 dirham ആണ് ഇത് കോസ്റ്റ് ഫോർ 1 year. അപ്പം നിങ്ങൾക്ക് അത് എടുക്കാം, ആഫ്റ്റർ 1 year നിങ്ങൾക്ക് അത് ഇതാക്കാന്ന് പറഞ്ഞു. വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നതിന് ശേഷം ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് വന്നു, ഇങ്ങനെ ഞാൻ 360 dirhams അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ കോൾ സെന്ററിലേക്ക് വിളിച്ചപ്പോ അവരെന്റെ ഇത് കോൾ രജിസ്റ്റർ ചെയ്ത് എനിക്ക് റെഫറൻസ് നമ്പർ പറഞ്ഞു. അപ്പം ആ റെഫറൻസ് നമ്പറ് വീണ്ടും മാസം എനിക്കിങ്ങനെ അവര് സ്റ്റേറ്റ്മെന്റ് അയക്കാൻ തുടങ്ങി അവര്. അപ്പം ലാസ്റ്റ് ആയിട്ട് ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചപ്പോ അവർ പറഞ്ഞു നിങ്ങൾ കോൾ സെന്ററിൽ തന്നെ ചോദിച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ അവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്കൊരു ലീഗൽ നോട്ടീസ് അവർ അയച്ചിട്ടുണ്ട്. അപ്പം നാളെ ഞാനിന്ന് വീണ്ടും കോൾ സെന്ററിലേക്ക് വിളിച്ചപ്പോ അവർ പറഞ്ഞു നിങ്ങൾ കളക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി നോക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്കിലേക്ക് അറിയിച്ചിട്ട് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു എന്റെ പേര്. അപ്പം താങ്കൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഷുറൻസിന് താങ്കൾ ഒപ്പിട്ട് കൊടുത്തല്ലേ എഗ്രിമെന്റ്? ഇൻഷുറൻസ് ഇല്ല, പ്രൊമോഷന് വേണ്ടിട്ട് വിളിച്ചതാണ്. അതെ, നിങ്ങൾ എടുക്കുന്ന സമയത്ത് അവർ നമ്മൾ 2 പേപ്പർ ഒപ്പിട്ട് മേടിക്കും. അത് ഒരെണ്ണം ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ പേപ്പർ ആയിരിക്കും. ആ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ പേപ്പർ നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ നമ്മൾ അത് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് നിയമപരമായിട്ട്.
മനസ്സിലായില്ല? അങ്ങനെ അടയ്ക്കാൻ മധ്യസ്ഥനെ അങ്ങനെ അടച്ചില്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് അവർ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തവർ, വിത്ഡ്രോ ചെയ്തവർ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് നേരത്തെ. അതെ, താങ്കൾ വേണ്ടാന്ന് വെർബലി പറഞ്ഞെങ്കിൽ താങ്കൾ ഒപ്പിട്ട് കൊടുത്തില്ലേ, സൈൻ ചെയ്ത് കൊടുത്തില്ലേ? നിങ്ങൾ സിഗ്നേച്ചർ ഉണ്ടല്ലോ. ഇല്ല, ഒന്നുമില്ലാന്നാ പറഞ്ഞത് എന്നോട്. ഒരു ഷീൽഡും ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. അതെ, താങ്കൾ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ഒപ്പിട്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ഈ അതായത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് അവർ 2-3 ഫോംസ് കൊണ്ടുവന്ന് നമ്മൾ ഒപ്പിടിക്കും. അപ്പൊ നമ്മളൊന്ന് ചിലപ്പോൾ വായിച്ചു നോക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കത്തില്ല. നമ്മളിങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിന്റെ ആ ഒരു ആവശ്യത്തിൽ ചിലപ്പോൾ നമ്മൾ അവരുടെ ആ ഫോംസ് ഒക്കെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് കാണും. അങ്ങനെ ഇല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും നിയമപരമായി നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല. ഇപ്പൊ അങ്ങനെ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പോയി അത് ചോദിക്കാം. ഞാൻ ഒപ്പിട്ട് കൊടുത്ത കോൺട്രാക്ടിന്റെ കോപ്പി ചോദിക്കാം. ഈ ലീഗൽ നോട്ടീസ് അയക്കുന്ന റിപ്ലൈക്ക് ചോദിക്കാം, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, ഞാൻ ഒപ്പിട്ട് ഇട്ടുണ്ടെങ്കിൽ എൻ്റെ സിഗ്നേച്ചർ എവിടെ എന്ന് വെച്ചിട്ട് ആ ലീഗൽ നോട്ടീസിന്റെ ആ ഇൻഷുറൻസിന്റെ പേപ്പറും പോളിസിയുടെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആവശ്യമുള്ള അവകാശം താങ്കൾക്കുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ പിന്നെ ആ ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നിയമപരമായ രീതിയിൽ നമ്മൾ അടയ്ക്കണം. കാരണം നമ്മൾ ഒപ്പിട്ട് പോയി. ഇല്ല, ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കോടതി ചലഞ്ച് ചെയ്യാം. കാരണം ഞാൻ ഒപ്പിടാത്ത ഒരു മാറ്ററിൽ താങ്കൾക്ക് ലയബിലിറ്റി വന്നു എന്നുള്ളത് നമുക്ക് അന്വേഷണത്തിലേക്ക് വിടാം. കേട്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ മിസ്റ്റർ നാരായണന് എന്തായാലും സംശയം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിൽ വിളിക്കാവുന്നതാണ്. ഹെൽപ്പ് ലൈൻ നമ്പർ 050-870-6562. അതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു നമ്പർ കൂടി ഉണ്ട്, 050-1524-701. അതിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 നമ്പറിലും മാറി മാറി വിളിക്കാവുന്നതാണ്. ആദ്യത്തെ നമ്പർ 050-870-6562 ആൻഡ് 050-152-4701. ഈ 2 നമ്പറിൽ ഹെൽപ്പ് ലൈൻ്റെ നമ്പേഴ്സാണ്. വിളിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലീഗലായിട്ട് അഡ്വക്കേറ്റ് ബിനോയ് ശശിയോട് ഇപ്പം വിളിച്ച് വേണമെങ്കിലും സംസാരിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 052961133. അപ്പം അങ്ങനെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ലീഗൽ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഒരു കോളുണ്ട്, അപ്പോൾ നോക്കാം ആരാന്ന്. ഹലോ ഹലോ ഹലോ, ലോ പോയിന്റിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ. ഓക്കെ, അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ് എൻ്റെ കൂടെ. സംശയം ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെക്കുവോ പ്ലീസ്? ഓക്കെ, ഫോണിൽ കൂടെ സംസാരിച്ചോളൂ. എന്താണ്? ഹലോ, പറഞ്ഞോളൂ. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന് പ്രൊഫഷണൽ ലൈസൻസിനെ കുറിച്ചും LLC ലൈസൻസിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്കൾ ഉദ്ദേശിക്കുന്നത് LLC ആണോ അതെ സോൾ എസ്റ്റാബ്ലിഷ്മെന്റിൽ പാർട്ണർ ഇൻവെസ്റ്റ് ചെയ്യാനാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ, പ്രൊഫഷണൽ LLCയിലെ വ്യത്യാസങ്ങൾ അറിയാനാ. അതിലെ സൈനിങ് അതോറിറ്റി. അതെ, LLCയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ഒരു സ്പോൺസർ ഉണ്ടാവണം. അത് കഴിഞ്ഞ് താങ്കൾ ഒറ്റയ്ക്ക് മാത്രമാണെങ്കിൽ ഒരു 49% ഷെയർ താങ്കൾ ഹോൾഡ് ചെയ്യാം. അതെ, പാർട്ണേഴ്സ് ഉണ്ടോ? ഒറ്റയ്ക്കാണോ പാർട്ണേഴ്സ് ഉണ്ടോ? ഒറ്റയ്ക്കുണ്ടെങ്കിൽ LLC ഫോം ചെയ്യണമെങ്കിൽ താങ്കൾക്ക് 49% ഷെയർ റിട്ടേൺ ചെയ്യാം. 51% ലോക്കൽ സ്പോൺസർക്ക് കൊടുക്കും. അതിൻ്റെ അകത്ത് ബാനേജ് ഡയറക്ടർ താങ്കൾ തന്നെ ആയിരിക്കും. താങ്കൾക്ക് തന്നെ സിഗ്നേച്ചർ ചെയ്യാൻ ഇല്ലാത്ത അധികാരം MOയ്ക്കകത്ത് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളൂ LLC കമ്പനിക്ക്. പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റിലാണെങ്കിൽ അതൊരു ലോക്കലിന്റെ പേരിലായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരു വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി ആവാനേ ഒക്കത്തുള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾ കമ്പനി നടത്തുമ്പോൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ട്രേഡ് ലൈസൻസിന്റെ പേര് വെക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്പോൺസർക്ക്. പിന്നെ നിങ്ങൾ പുറപ്പെട്ടു വേണ്ടി സ്പോൺസർ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബിസിനസ് നിങ്ങൾ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ സ്പോൺസറായിട്ട് പിന്നെ സൈഡ് അഗ്രിമെന്റ് ഇൻവെസ്റ്റ് താങ്കൾ ചെയ്യണമെങ്കിൽ ഒരു സൈഡ് അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടി വരും ഈ സ്പോൺസറുമായിട്ട്. മനസ്സിലായോ? അതേസമയം LLC ആണെങ്കിൽ ഡിഫറൻറ്റാണ്. LLC ആണെങ്കിൽ നിങ്ങൾ MOയ്ക്കകത്ത് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. മനസ്സിലായി? അത് താങ്കളുടെ പേര് തന്നെ ആയിരിക്കും. കമ്പനിയുടെ രജിസ്ട്രേഷനും ലൈസൻസും ബാങ്ക് അക്കൗണ്ടും എല്ലാം വരുന്നത് LLCക്കാണെങ്കിൽ. കേട്ടോ? റൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മിസ്റ്റർ മുരളിയുടെ ക്വസ്റ്റ്യൻ ഇപ്പോഴും പെൻഡിങ് ആണ്. അതിലെ ആൻസർ അഡ്വക്കേറ്റ് തന്നില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. മിസ്റ്റർ മുരളി ഇവിടെ വർക്ക് ചെയ്യുന്നു, മാനേജർ പൊസിഷനിലാണ് ദുബായിൽ. And what he asked, my question relates to if an employee decide to leave within 6-month probation period, specifically how much notice do he need to provide if he wish to leave during the probation period?
ആൻഡ് സെക്കൻഡ് ചോദ്യമാണ്, is my employer obliged to pay for the airfare back to his home country? During the probation period, any employee can resign from the job without a valid reason or without a reason. Same time, an employer can terminate the employee without a reason or with a reason. That is not issue. They are free. Both are free. But provided if it is a limited contract, then the employee, there is no notice period. Okay, limited period, there is no Not but the unlimited contract, there must be a notice period that is mandatory. It could be 6 months or 3 months. No, notice period is 1 month. If notice period 1 month. 1 month for unlimited contract. Employee or the employer, both parties is to be issue a notice before 1 month. If in this case, if the employee is resigning, is going to probation period, then the employer is not liable to pay him this air ticket. Suppose the employer terminate him or employer ask him to go out, then he has to pay air ticket. That is the difference. മിസ്റ്റർ മുരളിയുടെ സംശയം എന്തായാലും തീർന്നു കാണും. അപ്പോൾ നമുക്ക് മറ്റൊരു കോളർ കൂടെയുണ്ട്, നോക്കാരെന്ന്. ഹലോ ഹലോ ഹലോ, ലോ പോയിന്റിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയൂ? നിജാദ്. ബിനോയ് ശശി, അഡ്വക്കേറ്റ് ബിനോയ് ശശി കൂടെയുണ്ട്, സംശയം ചോദിച്ചോളൂ. ഓക്കെ, എന്റെ ഒരു സുഹൃത്തിനോട് വിളിക്കുന്നതാണ്. പറഞ്ഞോളൂ. ഓക്കെ, പുള്ളിയുടെ വണ്ടി ആക്സിഡന്റ് ആയി. ഓക്കെ. അപ്പോ ഇൻഷുറൻസ് എക്സ്പയർ ആയിരുന്നു. ഓ. അങ്ങനെ വണ്ടി ഇടിച്ചത് ഒരു ബെഞ്ചിൽ പോയിട്ട് ഇടിച്ചതാണ്. ഓക്കെ. പുള്ളിയുടെ മിസ്റ്റേക്ക് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ പാസ്പോർട്ട് ജാമ്യം വെച്ചിട്ട് ആള് പുറത്തിറങ്ങി. ഓക്കെ. ഇപ്പൊ അവര് കേസ് കോർട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ഓക്കെ. അതിനിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് സെറ്റിൽമെന്റ് കാര്യങ്ങള്? അതായത് കോർട്ടിൽ കേസ് ഉണ്ടാവും, നിങ്ങൾ ട്രാഫിക് വയലേഷനോ അല്ലെങ്കിൽ ട്രാഫിക് മിസ്റ്റേക്ക് ഉണ്ടോ, അതിൻ്റെ ഫൈനും അതിൻ്റെ പിഴയും അതിൻ്റെ ജയിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റാണ്. ഈ ട്രാഫിക്കിൽ ഇൻഷുറൻസ് ട്രാഫിക്കുമായിട്ട് നേരിട്ട് ബന്ധങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇൻഷുറൻസ് എക്സ്പയർ ആയാൽ അതിൻ്റെ ഫൈൻ ഉണ്ടാവും കോടതിയിൽ നിന്ന്. പക്ഷേ ഈ ഡാമേജസ് എല്ലാം നിങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ എല്ലാം വഹിക്കേണ്ടി വരും കേട്ടോ. അത് അവര് എസ്റ്റിമേറ്റ് തന്നിട്ട് പറയും. അപ്പോഴേക്കും നിങ്ങളെ വണ്ടിക്ക് നിങ്ങൾ എസ്റ്റിമേറ്റ് നിങ്ങൾ തന്നെ കൊടുക്കേണ്ട ഒരു പൈസ. അവർ കോടതിയിൽ കേസ് ഉണ്ടെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായി എന്തെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഇത് ഇഞ്ചുറി ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയിട്ട് നിങ്ങൾക്ക് ഇതേ സിവിൽ കേസ് ഫയൽ ചെയ്യും കോമ്പൻസേഷന് വേണ്ടി. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇഞ്ചുറി ഇല്ലെങ്കിൽ ഡാമേജ് ഇല്ലെങ്കിൽ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ മറ്റു നിങ്ങൾക്കുള്ള കോസ്റ്റും ബാക്കിയുള്ള അവരുടെ ആ ഒരു കോർട്ടിൽ തന്നെ പേയ്മെന്റ് അടക്കേണ്ടി വരുമോ? ഇല്ല, അതല്ല. ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ഇട്ടതിന് ശേഷം നിങ്ങളടുത്ത് പറയാം എത്ര എമൗണ്ട് എന്ന് പറയാം, ആ എമൗണ്ട് അടക്കേണ്ടി വരും. ഞങ്ങൾ അവിടെ അടച്ചാൽ മതി. അത് അവിടെ അടച്ചാൽ മതി. കോർട്ടിൽ നിങ്ങൾ കേസ് ഉണ്ടാവും, നീ അതുമായിട്ടുള്ള രണ്ട് ഇടിച്ചതിനുള്ള ശിക്ഷയും കാര്യങ്ങളും കോടതിയിൽ നിന്ന് പറയുള്ളൂ. മറ്റേ എസ്റ്റിമേറ്റ് പറയുന്നത് കമ്പനിയായി എല്ലാം കഴിഞ്ഞിട്ട് പേയ്മെന്റ് പാസ്പോർട്ട് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തായാലും അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ കുറേ കാണുമെന്ന് എനിക്കറിയാം. ഈ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് എല്ലാം സോൾവ് ചെയ്യാൻ നോക്കില്ല. എൻ്റെ അടുത്ത് ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് കമ്മിങ് എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക്. ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മുടെ സ്ക്രോളിലുണ്ട്, 05087065562. അതല്ലാതെ ഒരു നമ്പർ കൂടി ഉണ്ട്, 05015244701. അതുപോലെ തന്നെ മെയിൽ അയക്കാവുന്നതാണ് info@ntvua.com. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് അഡ്വക്കേറ്റ് ബിനോയ് ശശിയുടെ കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പം താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നിങ്ങളെല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ആൻഡ് എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി.